തൻ്റെ ഒറ്റ ഒരു തീരുമാനത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായ 41-കാരനാണ് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നത്. മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകാൻ തീരുമാനിച്ച രജനീഷ് കാരശ്ശേരിയാണ് ഇത്തവണ LDF ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലം ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് രജീഷ് നൽകുന്നത്. മരണശേഷം എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗവും ആർക്കു വേണമെങ്കിലും ചികിത്സയ്ക്കായി ഉപയോഗിക്കാം. 1 വർഷം മുൻപാണ് രജീഷ് കാരശ്ശേരി മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകിയത്. ആദ്യം വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുടുംബവും തീരുമാനത്തെ അനുകൂലിച്ചു. മക്കൾ അതിനാദ്യം സമ്മതം മൂളിയില്ലായിരുന്നു. പക്ഷെ മക്കളൊക്കെ വലുതായ സമയത്ത് ഞാനത് എൻ്റെ മോളെ കൊണ്ട് സംസാരിപ്പിച്ച് മോൾ ഉൾപ്പെടെ അതിന് എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യത്തിലാന്ന് തോന്നുന്നുണ്ട്, ജനുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ അത് ഓൺലൈനിൽ അത്തരം ഒരു ഇത് ചെയ്തിട്ടുള്ളത്. കുന്നമംഗലം ബ്ലോക്കിലേക്ക് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന രജീഷ് കാരശ്ശേരിയുടെ ഈ തീരുമാനം LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ നാസർ കൊളായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആളുകൾ അറിയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും രജീഷ് പറയുന്നു. മരണശേഷവും ഞാൻ ആളുകൾക്ക് ഗുണം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അതായിരിക്കണം. UDFന്റെ കോട്ടയായ കാരശ്ശേരി ഡിവിഷൻ പിടിച്ചടക്കുമെന്ന പ്രതീക്ഷയിലാണ് രജീഷ് കാരശ്ശേരി. അമൃത ന്യൂസ്, കോഴിക്കോട്.